ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിസ്റ്റർ ഗ്രീം. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ VT സതീശൻ വേഴ്സ് നമ്മുടെ പിണറായി വിജയൻ. അപ്പോൾ ആരാണ് ബെറ്റർ എന്ന്. അപ്പോൾ ആദ്യം രണ്ടാളുടെ ഒരു മൈനസ് പോയിന്റ് ആയിട്ട് വരുന്ന രണ്ട് വീഡിയോസ് ഞാൻ കാണിക്കും. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കോമഡി വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമുക്ക് പിണറായി വിജയനിലേക്ക് പോകാം. അപ്പോൾ പിണറായി വിജയൻ ഞാൻ ചെറുപ്പം തൊട്ടേ നല്ല വലിയൊരു ഫാനായിരുന്നു. കാരണം പിണറായി വിജയൻ്റെ പൊതുപ്രവർത്തനങ്ങളും അതേപോലെ വെള്ളിപ്പൂറിലെ പെൻഷൻ്റെ കേസും അതൊക്കെ കേൾക്കുമ്പോൾ പെൻഷൻ ഉയർത്തി നല്ല നല്ല വികസനങ്ങൾ 400 പേരകൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എന്തായാലും പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ പൊതുവെ UDF ഉള്ള വീടാണ്. പക്ഷെ എന്ത് ചെയ്യാണ് ഈ ഒരു സംരംഭത്തിൽ എനിക്ക് തോന്നിയത് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് പിണറായി വിജയനാണ്. അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ ഈ ഒരു ഇഷ്യൂ ഇതോടെ ഞാൻ പിണറായി വിജയൻ്റെ ട്രസ്റ്റ് തന്നെ എനിക്ക് പോയി ഗൈസ്. ഇത് കണ്ടോക്ക് ഗൈസ്. 125 കോടി രൂപയുടെ ഒരു തട്ടിപ്പ്. കേരളം ഭരിക്കുന്ന പാർട്ടിയും കൂട്ടുപിടിച്ചുകൊണ്ട് 125 കോടി രൂപയുടെ തട്ടിപ്പ്. കേരളത്തിലെ ഒരു ന്യൂസ് ചാനൽ നടത്തിയ ഏറ്റവും വലിയൊരു സ്കാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടിയും അവരുടെ ചാനലും കൂടിയിട്ട് നാട്ടുകാരെ പറ്റിച്ചു. മെസ്സി ഫിഫ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മലയാളികളെ മൊത്തത്തിലാണ്ട് പറ്റിച്ചു. എന്നാൽ ഇതിനെതിരെ ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ആരുമില്ല. കാരണം കേരളം ഭരിക്കുന്നത് അവരുടെ പാർട്ടിയാണ്. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. $15 മില്യൺ, ഏകദേശം 125 കോടി രൂപ. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതിനായിട്ട് വേണ്ട പണം അതായിരുന്നു. പണം നൽകുന്നതിൽ കാലതാമസം വരുത്തിയെന്ന് ആരോപിച്ച് അർജന്റീന അസോസിയേഷൻ കരാർ റദ്ദാക്കി. രാജ്യാന്തര ഫുട്ബോൾ മത്സരം നടത്തുന്നതിന് ഫിഫയുടെ മുൻകൂർ അനുമതി നിർബന്ധമാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ എഗ്രിമെന്റ് ഇല്ലാതെ, ഫിഫയുടെ അനുമതി ഇല്ലാതെ എങ്ങനെയാണ് മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരിക? നമ്മളവർക്ക് ഇത്ര റിസ്ക് എടുത്തത് ഇവരോടുള്ള ആരാധന വെച്ചിട്ടാണ്. ലോകത്ത് തന്നെ 1 നമ്പർ ടീമായിട്ടുള്ള അർജന്റീന, മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരിക. കളി നടക്കില്ല എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടും മെസ്സി കേരളത്തിൽ എത്തില്ല എന്ന് അറിഞ്ഞിട്ടും 10 ലക്ഷം രൂപയ്ക്ക് VIP ടിക്കറ്റ്സ് ഫിഫയുടെ അനുമതി ഇല്ലാതെ ഇവർ വിൽക്കാൻ ശ്രമിച്ചു. ലയണൽ മെസ്സിയെ നേരിൽ കാണാമെന്ന പേരിൽ 9.95 ലക്ഷം രൂപ ഈടാക്കാൻ ഇവർ പദ്ധതി ഇട്ടു. മെസ്സിക്കൊപ്പം ഇരുന്ന ലഞ്ച്, ഒപ്പിട്ട ജേഴ്സി, ഫോട്ടോ ഇതെല്ലാമായിരുന്നു ഓഫർ. ഗോഡ് കപ്പ് എന്ന പേരും മെസ്സിയുടെ ചിത്രങ്ങളും വെച്ച് ജനങ്ങളെയും സ്പോൺസർമാരെയും ആകർഷിക്കാൻ ശ്രമിച്ചു. കൃത്യമായി ഷെഡ്യൂൾ വരെ കൊടുത്തിട്ടുണ്ട്: ഹൈദരാബാദ്, മുംബൈ, ഡൽഹി. എന്നാൽ ഈ പരിപാടികൾക്കൊന്നും ഫിഫയുടെയോ അർജന്റീന അസോസിയേഷന്റെയോ അന്തിമാനുമതി ഉണ്ടായിട്ടില്ല. അർജന്റീനക്ക് നൽകിയ 125 കോടി രൂപയില് ഭൂരിഭാഗവും ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് വാങ്ങിയാണ്. ആ 121 കോടി രൂപ നാട്ടുകാരെ പറ്റിച്ചതാ. തീർന്നു വിചാരിക്കരുത്, പറയാൻ ഒരുപാട് പറഞ്ഞിട്ടേ പോകും. അപ്പം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കണേ. അപ്പം ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ദിസ് ജസ്റ്റ് പിണറായി വിജയൻ ചെയ്ത ശരിക്കും, കാരണം ഈ ഒരു സാധനം ശരിക്കും എന്ത് ചെയ്തിട്ടില്ല. ഫിഫയോ ഒരു മെസ്സിനെ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, ഫിഫയുടെ അനുമതി, അതേപോലെ AFA പറഞ്ഞാൽ അർജന്റീനൻ്റെ അസോസിയേഷൻ്റെ അനുമതിയുമാണ്. പക്ഷെ ഒരിക്കലും ഒരു അനുമതിക്കാതെ വെറുതെ പണം തട്ടിയെടുക്കാൻ മാത്രം ചെയ്ത ഒരു പരിപാടിയാണ് പക്ഷെ നല്ല നല്ല ഹൈപ്പൊക്കെ കൊടുത്തിട്ട് പിന്നെ വെറും പണം തട്ടിയെടുക്കാൻ മാത്രം ഈ പരിപാടി ഒരിക്കലും ശരിയായിട്ടില്ല. കാരണം ഇത് അത്രയും ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഏകദേശം 1-2 കോടിയില്ല, 125 കോടി നമ്മൾ അത്രയും ആഗ്രഹിച്ചു മെസ്സി ഇങ്ങോട്ട് വരുന്നു. പക്ഷെ എന്ത് ചെയ്തത്, 125 കോടിയോളം ഇവര് മുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ചെയ്തത്. അപ്പൊ ഇത് ശരിക്കും ചെറ്റത്തിലായി. അപ്പൊ എനിക്ക് അത്ര ഈ CM-നെ അത്ര ഇതായിട്ട് തോന്നില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് CM ഈ ഒരൊറ്റ വിഷയം കാരണമാണ് ഈ CM-നെ പിടിക്കാതെ. അപ്പൊ നെക്സ്റ്റ് CM-ന്റെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ദിസ് വീഡിയോ ഈസ്, നിങ്ങൾ വിചാരിക്കും ഒരു കോമഡിയാണെന്ന്, പക്ഷെ ഇത് ഒരിക്കലും കോമഡി അല്ല. ഈ ഒരു ചെറുക്കൻ്റെ വീഡിയോ പറഞ്ഞാൽ കൃത്യം നമ്മൾ നന്നായിട്ട് വിശ്വാസ കാര്യമാണ്. നമുക്ക് എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. കാരണം ഇത് ഒരിക്കലും ഒരു കോമഡി ആയിട്ടല്ല ഞാൻ ഇത് കാണിക്കുന്നത്. കണ്ടോടി. ഈ 2 പേരിൽ ഏറ്റവും മികച്ച കൺവിൻസിംഗ് സ്റ്റാർ അഥവാ പറ്റിക്കൽ സ്റ്റാർ ആരാ? പെണ്ണുങ്ങൾക്ക് മാത്രം ഫ്രീ കൊടുത്തിട്ട് ആണുങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് അങ്ങനെ പെണ്ണുങ്ങളോട് താല്പര്യം, ആണുങ്ങളോട് എന്തോ പിന്നെ മെസ്സി കേറാൻ പറ്റുന്നില്ല അവിടെ. പെണ്ണുങ്ങൾക്ക് മാത്രം എന്തോ ഇങ്ങനെ കൊടുക്കുന്നത്, ആണുങ്ങൾക്ക് എന്തോ ഇല്ലാത്ത പൈസ കൊടുത്ത് ഞങ്ങൾ പോകുന്നെന്തോ ഗേൾസ് കയറിയിരിക്കുന്നു. ദേശീയ കാണുമ്പോ മഴയൊക്കെ ഇല്ലായിരുന്നു അന്നേരം ഫുഡെല്ലാം കഴിച്ച് ആ സമയത്ത് ബാക്കിയുള്ള ജനങ്ങൾ എന്ത് ചെയ്ത്? ജനങ്ങള് വെള്ളത്തെ ഒഴുക്കൊക്കെ വിട്ട് അവിടെ ആ സമയത്ത് പുള്ളിക്കാരെ അവിടെ തിന്നോണ്ടിരിക്കുകയായിരുന്നു. ഇഷ്ടം ഈ ക്യൂട്ടസ് ഒക്കെ ഇടുന്ന എങ്ങനെയുണ്ട് പുള്ളി? പിന്നെ ഒരു കുറവില്ല, ഇട്ട് കൊടുക്കുന്ന പിന്നെ അപ്പൊ ഗൈസ്, അപ്പോൾ ഈ കുട്ടി പറഞ്ഞത് 3 വിഷയങ്ങളിലാണ്. ഒന്ന് എന്ത് ചെയ്യുന്നില്ല, അത് ശരി തന്നെയാണ്. കാരണം ഇക്വാലിറ്റി ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ആണുങ്ങൾ ലെവലിലേക്ക് പെണ്ണുങ്ങൾക്ക് ഇക്വാലിറ്റി കിട്ടണം. ഇപ്പം ഈ ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, മെൻസ് കമ്മീഷൻ വരെ തുടങ്ങേണ്ടതാണല്ലോ. കാരണം ഇക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഇപ്പോൾ ഇത് ഇക്വാലിറ്റി ആണോ? വെറും വോട്ടിന് വേണ്ടിയിട്ടാണ് VT സതീശൻ ഇങ്ങനെ ചെയ്യണത്. അപ്പം ഇതൊക്കെ ഇക്വാലിറ്റി ആണോ? നിങ്ങൾ 2 പേർക്ക് കൊടുക്കേ.
KSRTC ഫുള്ളായിട്ട് ഇത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ഇതേമാതിരിയുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവിടെ ഫുള്ള് ഗേൾസാണ്. അപ്പം എന്ത് ചെയ്യാൻ കഴിയില്ല, ഇവർക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കാരണം എന്ത് ചെയ്യാൻ കഴിയില്ല, ഓർക്ക് നല്ല തിരക്കായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതാണ് ഈ കുട്ടികൾ പറഞ്ഞത്. രണ്ടാമത്തേത് പറഞ്ഞാൽ ഇദ്ദേഹം എന്താണ് വെറും പൂക്കി മാത്രമാണെന്നാണ് പറയുന്നത്. പൊതുവേ ന്യൂസിലൊക്കെ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹം തീരെ കമ്മിയില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ മറ്റേ ഇതുണ്ടല്ലോ, അവിടെ തകർന്നതിന് ശേഷം ഫുഡ് അടിച്ച് വെക്കുകയായിരുന്നു. അതിൻ്റെ ഇത് പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ മൂന്നാമത്തെ അയാൾ ജസ്റ്റ് പൂക്കി മാത്രമാണെന്നാണ് ഈ കുട്ടികൾ പറയുന്നത്. പക്ഷെ ഡിസ്ക്രിമിനേഷൻ അത് പാടില്ല. ഇപ്പം പണ്ട് എന്തായിരുന്നു, പെൺകുട്ടികളോടായിരുന്നു ഡിസ്ക്രിമിനേഷനും ഇക്വാലിറ്റി ഇല്ലാത്ത മാതിരി ചെയ്തിരുന്നത്. ഇപ്പം അത് ആൺകുട്ടികളിലേക്ക് മാറിയല്ലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണാം.